റിപ്പോർട്ട് ഇലക്ഷൻ ബ്രേക്കിംഗ് തീപാറും പോരാട്ടത്തിന് അമ്പലപ്പുഴയും. പ്രമുഖർ മുതൽ പുതുമുഖങ്ങൾ വരെ സാധ്യതാ പട്ടികയിലുണ്ട്. LDF-ൽ VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനായി ഒരു വിഭാഗം രംഗത്തുണ്ട്. അരുണിനെ മത്സരിപ്പിക്കണമെന്ന അഭിപ്രായം മുതിർന്ന നേതാവ് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. UDF-ൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MP പ്രവീണിന്റെ പേരാണ് സജീവമായി പരിഗണനയിലുള്ളത്. ശരത് SS വിവരങ്ങളുമായി. ശരത്, VA അരുൺകുമാറിന്റെ പേര് ഇപ്പോൾ കുറച്ചു ദിവസമായി പറഞ്ഞു കേൾക്കുന്നു. എന്താണ് അരുൺകുമാർ എടുക്കുന്ന നിലപാട് എന്നതും പ്രധാനമാണല്ലോ, അറിയാനാകുന്നുണ്ടോ ശരത്? സ്മൃതി, അതായത് അമ്പലപ്പുഴയിൽ ഇത്തവണ UDF-ഉം LDF-ഉം വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയമാണ് UDF-ന് ഇത്തരത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്നത്. ആ സാഹചര്യത്തിൽ UDF ഇത്തരത്തിൽ പുതുമുഖങ്ങളെ ഉൾപ്പെടെ ഈ പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരം പേരുകൾ കൂടി സജീവ ചർച്ചയിലുണ്ട്. അതിനു പുറമെയാണ് ഇത്തരത്തിൽ LDF-ന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മകനായ VA അരുൺകുമാറിന്റെ പേര് കൂടി പറഞ്ഞു കേൾക്കുന്നത്. അതായത് നേരത്തെ മുഖ്യമന്ത്രി ആലപ്പുഴയിൽ അടുത്തിടെ ആലപ്പുഴ സന്ദർശിച്ച സമയത്ത് മുതിർന്ന നേതാവ് VA അരുൺകുമാറിന്റെ പേര് മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചു എന്നുള്ളതാണ്. അതായത് VS അച്യുതാനന്ദന്റെ മണ്ഡലം കൂടിയാണ് അമ്പലപ്പുഴ. VS അച്യുതാനന്ദന്റെ വീടുള്ളത് അമ്പലപ്പുഴ മണ്ഡലത്തിലാണ്. അവിടെയാണ് VS ജനിച്ചു വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുവിൽ ഈ സംസ്ഥാനത്തുടനീളം VS എഫക്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ അത് അനുകൂലമാകാനും ഒപ്പം VS-നുള്ള ജനപിന്തുണ അതുകൂടി നേടാനും കൂടി ഇത്തരത്തിൽ VA അരുൺകുമാറിനെ മത്സരിപ്പിച്ചാൽ സാധിക്കുമെന്നുള്ളതാണ് മുതിർന്ന നേതാവ് മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ അരുൺകുമാറിനെ മത്സരിപ്പിക്കണമെന്നൊരാവശ്യം മുതിർന്ന നേതാവ് മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ VA അരുൺകുമാറിന്റെ പേര് കൂടി ഇപ്പോൾ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സജീവമായി ചർച്ചയിൽ നിൽക്കുന്നുണ്ട്. മാത്രമല്ല നേരത്തെ H. സലാം MLA ആണ് ഇത്തവണ MLA നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സലാം ഇത്തവണ MLA നിൽക്കുന്ന സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില തിരിച്ചടികളൊക്കെ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. മാത്രമല്ല G. സുധാകരനും H. സലാമും MLA യുള്ള തർക്കങ്ങളും കൂടി ഈ ചർച്ചയിലുണ്ട്. ഇതിന് പുറമെയാണ് MP പ്രവീൺ UDF-ന്റെ പേര് വരുന്നത്. അതായത് പ്രവീൺ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ്. മാത്രമല്ല യൂത്ത് കോൺഗ്രസിലെ സജീവ സമരങ്ങളിലൊക്കെ തന്നെ പങ്കാളിയായ ആളാണ്. അതുകൊണ്ട് തന്നെ പ്രവീണിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൊക്കെ പറഞ്ഞു കേൾക്കുന്ന രണ്ട് പേരുകൾ, അതിന്റെ വിശദാംശങ്ങളാണ് ശരത് SS ഇപ്പോൾ നൽകിയത്.